വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ശുദ്ധമായ നെയ്യ് എങ്ങനെ പാൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ പലരും കുട്ടികൾക്കൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നെയ്യ് വാങ്ങിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ അത് ശുദ്ധമാണോ, എങ്ങനെയുള്ള നെയ്യാണെന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമ്മൾ അമ്മമാരുടെ കൈകളിലാണ്. ഒരു അരമണിക്കൂർ മെനക്കെട്ടാൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യ് വീട്ടിൽ തന്നെ ഒരുക്കിയെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം ശുദ്ധമായിട്ടുള്ള ബട്ടർ ഉണ്ടാക്കുന്ന രീതിയും പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലാണ്. ഈ പാലിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ പാട രൂപപ്പെടും. നമ്മൾ ഫ്രിഡ്ജിലേക്ക് തണുത്തതിന് ശേഷം മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ കട്ടയായിട്ട് പാട നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് ഇതേപോലെ ഓരോ ദിവസവും എടുത്ത് ഫ്രീസറിനകത്ത് തന്നെ സൂക്ഷിച്ചു വെക്കുക. ഞാനിപ്പോൾ 2 കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇത് കുറേ ദിവസത്തെയാണ്. ഏകദേശം ഒരു മാസത്തെ ആണ് ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. 1 മാസം ആകുമ്പോഴത്തേക്കിന് ഞാനിതിനെ ഉരുക്കിയെടുക്കും. ഒരു വടിക്ക് 2 പക്ഷിയല്ല കേട്ടോ, ഒരു വടിക്ക് 3 പക്ഷിയാണ് വീഴുന്നത്. അതായത് ഒരു പാലിൽ നിന്ന് നമുക്ക് ബട്ടർ, നെയ്യ്, തൈര്, ഈ 3 സാധനങ്ങൾ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് പാട എടുത്ത് വെക്കേണ്ടത് ഫ്രീസറിലാണ്. താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പാട ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും തണുപ്പ് മാറിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ പാൽപ്പാടേനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇവിടെ ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ് നല്ല തണുത്ത വെള്ളം. അതായത് നമ്മൾ നെയ്യ് ഒരുക്കാനായിട്ട് ഏത് ദിവസമാണോ തീരുമാനിക്കുന്നത് അന്ന് നമ്മുടെ ഫ്രീസറിനകത്ത് നിറയെ തണുത്ത വെള്ളം വെക്കണം. ഐസ് ക്യൂബ് ആയിട്ടും വെള്ളമായിട്ടുമൊക്കെ കുറച്ചേറെ വെള്ളം വെക്കണം. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഇവിടെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. പാട നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ തണുത്ത വെള്ളം മിസ്സാക്കരുത്, ഓർത്ത് ചെയ്യുക. ഇപ്പോൾ പാൽപ്പാട് 2 കണ്ടെയ്നറിനകത്താണ് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അടിക്കാതെ മിക്സിയുടെ ജാറിനകത്ത് നിറയെ ഇടരുത് കേട്ടോ. നമ്മൾ മിക്സി ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ മിക്സിയുടെ സൗണ്ടിൽ കുറച്ച് ചേഞ്ച് വരും. അപ്പോൾ കടകടാന്നൊരു സൗണ്ട് വരും. അപ്പോൾ നമ്മൾ മിക്സി ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ അടിച്ചെടുത്ത ഈ ഒരു പാടേനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മിക്സിയുടെ ജാറിലേക്ക് നോക്കിയാൽ കുറച്ച് പാലായിട്ടും കുറച്ച് നല്ല കട്ടയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ മിക്സിയുടെ സൗണ്ട്. ഈ കട്ട കിടന്ന് അടിക്കുമ്പോഴാണ് സൗണ്ട് ചേഞ്ച് ആകുന്നത്. ആ സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതിനെ മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇനി ബാക്കിയുള്ള കുറച്ചും കൂടെ നമുക്കിനി അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കണം. മൊത്തത്തിൽ ഫുള്ളായിട്ടും ആദ്യം തന്നെ കംപ്ലീറ്റ് നമ്മൾ അടിച്ചെടുക്കണം. അതിനുശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന പാൽപ്പാട മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. മറ്റേ കണ്ടെയ്നറിനകത്തുള്ളതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി തണുത്ത വെള്ളത്തിന്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടയ്ക്ക് കുറച്ച് മുകളിലായിട്ട് നിൽക്കണം. ഇപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്ത പാടയും മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. മിക്സി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും ആ ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. മിക്സിയുടെ സ്പീഡ് ഹൈയിലിട്ടുകൊണ്ടാണ് ഞാൻ അടിച്ചെടുത്തത്. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം എടുത്തപ്പോഴേക്കും ഇത് കറക്റ്റായിട്ടും അടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയമൊന്നും നമ്മളിത് അടിച്ചെടുക്കേണ്ട കാര്യമില്ല. ആ സൗണ്ട് മാറുമ്പോൾ തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഐസ് വെള്ളമായിട്ടും ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വെക്കുക. നല്ല തണുത്ത വെള്ളമാണെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ ബൗളിൽ അടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പാടയുണ്ടല്ലോ, ഇത് നമുക്ക് ബട്ടറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. ഈ കാണുന്ന പാലിൻ്റെ മിശ്രിതത്തിൽ നിന്നും നമുക്കിതിനെ നല്ല രീതിയിൽ ഉരുളയാക്കി എടുത്തിട്ട് ഈ നല്ല വെള്ളത്തിലേക്ക് മാറ്റണം. തണുത്ത വെള്ളത്തിലിട്ട് അടിക്കുമ്പോഴാണ് ഇത് രണ്ടും രണ്ടായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉരുളയായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി പതുക്കെ ഇതിൻ്റെ ഒന്ന് നെക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളം മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഈ വെളുത്ത് കാണുന്ന പാലിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണ്ടാത്തതാണ്. ഇത് നമുക്ക് കളയേണ്ടതാണ്. അതിൽ നിന്ന് ഈ ഒരു ബട്ടറിൻ്റെ കട്ട മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുന്നത്. ഇപ്പം നമ്മൾ ബട്ടറിനെ മുഴുവനും അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വേസ്റ്റ് വെള്ളം നമുക്കിനി കളയാം. ഇനി അടുത്ത പാത്രത്തിലേക്ക് കുറച്ചും കൂടെ ഐസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതിനെ വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ള കളറിലുള്ള പാലിൻ്റെ മിശ്രിതം എത്രത്തോളം പോകുന്നു അത്രത്തോളം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 വെള്ളം മാറി മാറി കഴുകുന്നത്. ഇനി ഈ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് ഈ ഒരു ബട്ടറിനെ കഴുകിയെടുക്കുക. നല്ല രീതിയിൽ ആ പാലിൻ്റെ മിശ്രിതം എത്രത്തോളം കളയാൻ പറ്റുന്നോ അത്രത്തോളം കളഞ്ഞ് നല്ല രീതിയിൽ ഉരുട്ടി വെള്ളമയമൊക്കെ മാറ്റി ആ ഒരു എടുത്തു വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ അല്പം നെയ്യ് ചേർത്തിട്ട് ഭക്ഷണം കൊടുക്കുക. അത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ അത് ശുദ്ധമായിരിക്കണം. ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഒന്നും നമ്മൾ നേരിട്ട് കാണുന്നതല്ല. അപ്പം എപ്പോഴും അത് ശുദ്ധമാകണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ അത് ശുദ്ധമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നെയ്യാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് നെയ്യാണ്. പക്ഷെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. വളർന്നു വരുന്ന കുഞ്ഞു മക്കളുടെ ആരോഗ്യത്തിന് നമ്മൾ തന്നെ പ്രാധാന്യം കൊടുക്കണം. ഇപ്പം നമ്മൾ രണ്ടാമതെടുത്ത തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം മാറ്റാം. ഇനി അടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഇരിക്കുന്ന പാത്രം കുറച്ച് ചെറുതാണ്. നമുക്ക് അതിനകത്ത് കൈയിട്ട് കഴുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു പാത്രത്തിലെ ബട്ടർ ഉൾപ്പെടെ വെള്ളം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. വലിയൊരു ബൗളിലേക്ക് മാറ്റുക. എങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ട് ഇതിനെ കൈ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാനായിട്ടുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. 3ാമത്തെ വെള്ളത്തിലാണ് ഈ ഒരു ബട്ടറിനെ നമ്മൾ കഴുകിയെടുക്കുന്നത്. ഇപ്പോഴും നമ്മളെ ആ പാലിൻ്റെ ഒരു കളർ ഇപ്പോഴും ഉണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അടുത്ത വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് കഴുകിയിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കാണ് ഇനി മാറ്റുന്നത്. നന്നായിട്ട് വെള്ളം മാറ്റി ഇതിലേക്ക് ബട്ടറിനെ ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ ഒരു വീട്ടിൽ നിന്നാണ് പശുവും പാല് കൊണ്ടുത്തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ശുദ്ധമായിട്ടുള്ള നെയ്യ് റെഡിയാക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ സൊസൈറ്റി പാല് കിട്ടുമല്ലോ, അത് ഇതേപോലെ തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. പാട നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. ഇപ്പം നമ്മൾ 3ാമതെടുത്ത തണുത്ത വെള്ളത്തിലും കഴുകി ഇനി ആ വെള്ളത്തെ കളയാം. ഇനി ഈ കിടക്കുന്ന വെള്ളത്തിലും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നമ്മൾ ലാസ്റ്റായിട്ട് കഴുകിയെടുക്കുന്നതാണ്. ഇപ്പം നല്ല രീതിയിൽ തെളിനീരായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അതേ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. 4 പ്രാവശ്യമാണ് ഞാൻ വെള്ളം മാറി മാറി കഴുകിയെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഈ ബട്ടറിനെ മൊത്തത്തിൽ മാറ്റാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് വെള്ളത്തിലാണ് ബട്ടറിനെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം പോകണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ടിലാക്കി ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി. അപ്പം എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ ഉരുട്ടി തട്ടിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് പോയിക്കോളും. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ 4 പ്രാവശ്യം വെള്ളം മാറി കഴുകി നമുക്ക് ശുദ്ധമായിട്ടുള്ള ബട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ബട്ടറിനെ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കണ്ടെയ്നറിനകത്തോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ബട്ടറിൻ്റെ അതേ ഷേപ്പിലാക്കിയിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയുള്ള ബട്ടറിനെ നമുക്ക് ഉരുക്കിയെടുക്കാം, നെയ്യാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കടായിയാണ് വെച്ചിട്ടുള്ളത്. കടായി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ തിളച്ചു പൊങ്ങി വരുമ്പോഴത്തേക്കിന് അത് കുറയ്ക്കുക, അങ്ങനെ കൂട്ടുക കുറയ്ക്കുക, അങ്ങനെ രീതിയിൽ നമുക്കിതിനെ ഉരുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചു പൊങ്ങി വരും. ആ സമയത്ത് നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാകണം. തിളച്ചു പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ മാറിയൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് തൂകിപ്പോകും. അപ്പം അടുത്ത് തന്നെ നിന്ന് നെയ്യ് ഉരുക്കിയെടുക്കണം, മാറിപ്പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ തീ കൂട്ടിയും കുറച്ചും വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് കിടന്ന് വീണ്ടും വീണ്ടും തിളപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നെയ്യുടെ കളറൊക്കെ ചേഞ്ച് ആയി ബ്രൗൺ കളറിലേക്ക് മാറിപ്പോകും. ഈ ഒരു യെല്ലോ കളറിലേക്ക് എത്തുമ്പോഴേക്കാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ അരിപ്പത്തവിയിലേക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം മട്ട് ചെറുതായിട്ടുണ്ട്, ആ മട്ടയ്ക്ക് അരിച്ചു മാറ്റാവുന്നതാണ്. കുറച്ച് മാത്രം മട്ടേ ഉള്ളൂ, അതിന് നമുക്ക് അരിച്ചു മാറ്റാം. അപ്പം നമ്മുടെ ശുദ്ധമായിട്ടുള്ള നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. ഇതിന് നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് അടച്ച് പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം സ്പൂൺ എടുത്തിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കിന് സ്പൂണിൽ വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ വെള്ളമയമൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം നെയ്യ് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ആ പാൽ ഉപയോഗിച്ചിട്ട് ശുദ്ധമായിട്ടുള്ള ബട്ടറും ശുദ്ധമായിട്ടുള്ള നെയ്യും ഉരുക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഈ ഒരു പാൽ ഉപയോഗിച്ചിട്ട് തന്നെ തൈര് എങ്ങനെ കട്ട തൈര് ഉണ്ടാക്കുന്നതും കൂടെ നോക്കാം.
അതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുക. പാല് തിളപ്പിച്ച് ആറിയതിന് ശേഷം അതിനകത്തേക്ക് നല്ല പുളിയുള്ള 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അല്പനേരം ഇളക്കിയതിന് ശേഷം ഇതിന്റെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് പുറത്ത് തന്നെ വെക്കുക. ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ട് തൈരായിട്ട് മാറുന്നതാണ്. പലരും ഗ്ലാസിന്റെ ഒക്കെ ബോട്ടിലിനകത്ത് തൈര് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പോൾ കഴുകൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ഇതേപോലെയുള്ള തുറന്ന സ്റ്റീലിന്റെ കണ്ടെയ്നറിനകത്താണ് സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഇതിന് നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡും ഉണ്ട്. അത് വെച്ച് മൂടി അങ്ങ് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൈരിനെ ഒന്ന് തുറന്ന് നോക്കാം. നല്ല കട്ടയായിട്ടുള്ള തൈര് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. കുട്ടികളുടെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ബട്ടർ, നെയ്യ്, തൈര്, ഇത് 3ഉം പാലിൽ നിന്ന് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.